ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വ്ളോഗായിട്ട് വരുന്നത്. ഇന്ന് ഫെബ്രുവരി 24 എൻ്റെ ബ്രദർ ഭരത്തിൻ്റെ ബർത്ത്ഡേ ആണ്. സോ അവനൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. എവിടെ എന്തോന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, അമ്മാമ്മയുടെ ബർത്ത്ഡേയും കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. രണ്ടുപേരോടും, അമ്മയ്ക്കും എനിക്കും ഏട്ടനും എവിടെ പോകുന്നതെന്ന് അറിയാം, പക്ഷെ അവർ രണ്ടുപേരോടും പറഞ്ഞിട്ടില്ല. അവർ 2 ദിവസമായിട്ട് പുറകെ ഇരുന്ന് ചോദിക്കുക എവിടെ. പക്ഷേ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എവിടെ പോകുന്നതെന്നുള്ളത്. സോ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോഴേ പറയുന്നില്ല എവിടെ പോകുന്നത്. പിന്നെ ഇപ്പോൾ തന്നെ 6:15 ആയി. നമുക്ക് ഇവിടെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തണം. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് കേക്ക് എടുക്കാനായിട്ടുണ്ട്. അങ്ങനെ കേക്കും കൂടി എടുത്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഏട്ടൻ്റെ കസിൻ ഗുജറാത്തിൽ നിന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സോ അത് നമുക്ക് അടിപൊളി ഒരു ഹാപ്പിനെസ് ആയിരുന്നു അതും കൂടി. അപ്പോൾ ഞാൻ വ്ളോഗിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം. ബൈ. Everybody say a hi to my vlog. Hi. ആശിഷ് ഒരു ഹായ് പറയണേ. ഇവോ ഇത്രയും യൂണീക്ക് ആയിട്ട് ഡ്രസ്സിങ് എവിടെങ്കിലും കിട്ടുമോ ഗൈസ്? നിങ്ങൾ പറയൂ. ഓക്കേ, അപ്പൊ നമുക്കിതേ ഈ പ്രായം താഴോട്ട് പോകുന്ന നമ്മളെ ഈ കൗമാരക്കാരിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഇപ്പൊ എത്രയാണ്? ഒരു 28 എന്നൊക്കെ പറഞ്ഞ സന്തോഷം. പിന്നെ പക്ഷേ അങ്ങോട്ട് ഉൾക്കൊള്ളാനൊക്കെ പറ്റുന്നില്ല. സാരില്ല. അങ്ങനെ കേക്കൊക്കെ വാങ്ങി നമ്മൾ കാറിൽ കയറി നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ കടവൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് റോഡിൻ്റെ 2 സൈഡും ഡെക്കോർ ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെ ഇതേ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുക. അങ്ങനെ ഇതേ ഞങ്ങളിവിടെ റാവിസിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ റാവിസിലോട്ടാണ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വന്നത്. അങ്ങനത്തെ ഇവിടെ ഫുള്ള് നമുക്ക് 7:30 ഇവിടുത്തെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 7:30 തന്നെ കയറാമെന്നാണ് വിചാരിക്കുന്നത്. അതുവരെ നമ്മൾ ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ്. ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഇത് മൊത്തത്തിൽ ഇവിടെ ഒരു ഫ്രണ്ട് ഏരിയ ആണ്. ബാക്കി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യമേ നമ്മളിവിടെ റാവിസിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പതുക്കെ കേക്ക് കട്ട് ചെയ്ത് ഡിന്നറിലേക്ക് കിടക്കാം. കം ഓൺ, ലെറ്റ്സ് എക്സ്പ്ലോർ. അവിടെയൊക്കെ കാണിച്ചു കൊടുക്കേണ്ട നല്ല സീനറീസ് ഒക്കെ ഉണ്ട്. പലരും എൻ്റെ വ്യൂവേഴ്സ് എന്നാലും പലരും വന്നിട്ടുണ്ടായിരിക്കും. എന്നാലും കണ്ടിട്ടുള്ള നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ അവിടെ പോകുന്നുള്ളവർ കണ്ടോളൂ. ഇതാണ് നമ്മളുടെ ഒരു ഇവിടുത്തെ വീട്ടിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ഒരു സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഹായ് ഇവു, ഹായ് അങ്കിൾ, വാഷ് അങ്കിൾ. അവന്റെ ഞങ്ങൾ എങ്ങനെ കയറും എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ്. ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മൾ താഴോട്ട് വന്നത്. സോ അമ്മാമ്മ ഇവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഞാനിനി എങ്ങനെ കയറുമെന്ന്. നമ്മളിങ്ങ് പൊക്കി അങ്ങ് കയറ്റും. നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് എടുക്കും. അതാണ്. പണ്ട് റോട്ടറിയുടെ മിക്ക പ്രോഗ്രാംസ് ഇവിടെ വെച്ചിങ്ങനെ ഹായ്.
വീഡിയോ ഇപ്പം എടുത്ത്. അങ്ങനെ ദേ ഡിന്നറൊക്കെ സെറ്റായോ എന്ന് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ കേക്ക് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തായിരുന്നു, ഫ്രീസ് മാറാതിരിക്കാൻ വേണ്ടി. കാരണം ഒരുപാട് നേരം നമുക്ക് വെളിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ ഇവിടെ പുറത്ത് എൻജോയ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് അവരെ വിളിച്ചു. അവർ വരുവാണ്. നോക്ക് ഇപ്പൊ നോക്ക്. ഫുഡ് എന്തൊക്കെയായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റാർട്ടേഴ്സിൽ നിന്ന് തുടങ്ങി മെയിൻ കോഴ്സിലേക്ക് പോവാണ്. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. വേണ്ട വേണ്ട എന്നാലും നിന്നോ. അയ്യോ അതാ so happy. Vlogging. അത് ഫ്രീ ആണോ നമുക്ക്? പൂളോ അല്ല അത് ഈ ഒരു ഏരിയാസ് എന്നൊക്കെ പറയുന്നത് ഫുൾ വാഷ് ഏരിയ അതൊക്കെയാണ്. ഇവിടെ പിന്നെ മറ്റേ ഫോറിനേഴ്സൊക്കെ വേറെ നമ്മൾക്ക് നമ്മുടെ ഇന്ത്യൻ ഓതന്റിക് ആയിട്ടുള്ള ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ട്രീറ്റ് ആയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ട്രീറ്റ് ആയിരുന്നു. വലിയ സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ ഗസ് ചെയ്തു. അമ്മ പൊളിച്ച അല്ലല്ല, അമ്മ പൊളിച്ചില്ല. അമ്മ ക്ലൂ തന്നില്ല കേട്ടോ. ഇയാളുടെ എനിക്ക് കിട്ടി. ഇയാളെന്ത് ക്ലൂസാണ് കൊടുത്തത്? ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കി. പക്ഷെ അതിൽ എക്സ്പ്രഷൻ ചെയ്ത് ഞാൻ പിടിച്ചു. അല്ല മനസ്സില്ല. സിനിമയിലെ
ബൈ. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ് ഗൈസ്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.